Hi everyone, welcome to Lecture School Plus. This is Miroshna, your economics faculty. അപ്പോൾ നമ്മൾ എക്കണോമിക്സ് +1 എക്കണോമിക്സ് നമുക്ക് രണ്ട് പാർട്ടാണ് പഠിക്കാനുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ്. അപ്പോൾ എന്തായാലും നമ്മൾ എക്കണോമിക്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ എക്കണോമിക്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താം. അപ്പം ഫേമസ് ഇക്കണോമിസ്റ്റ് ആയ ആൽഫ്രഡ് മാർഷൽ ആണ് ഈ ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താ ഡെഫിനേഷൻ നോക്കാം. ദ സ്റ്റഡി ഓഫ് മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. അപ്പോൾ മാൻ്റെ സ്റ്റഡിയാണ്, സ്റ്റഡി ഓഫ് മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. അപ്പോൾ ഇതിൽ മാൻ ആൻഡ് ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ് ഈ രണ്ട് ടേംസ് ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പം മാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എക്കണോമിക്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന മാൻ എന്ന് പറയുന്ന കൺസ്യൂമേഴ്സ് ഉണ്ട്, പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, സെല്ലർ ഉണ്ട്, എംപ്ലോയർ, എംപ്ലോയി, ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ എക്കണോമിക്സിൽ മാൻ എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പം എന്തെങ്കിലും ഒരു എക്കണോമിക് ആക്ടിവിറ്റി നടത്തുന്ന ആൾക്കാരെ നമുക്ക് മാൻ എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എക്കണോമിക് ആക്ടിവിറ്റീസിനെയാണ്. അപ്പോൾ ഇവർ നടത്തുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ അണ്ടർടേക്കൺ ഫോർ മോണിറ്ററി ഗെയിൻ. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മോണിറ്ററി ഗെയിൻ, എന്തെങ്കിലും സാമ്പത്തികമായ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നടത്തുന്ന ആക്ടിവിറ്റീസ്. അത് ആര് നടത്തുന്ന? കൺസ്യൂമർ, പ്രൊഡ്യൂസർ, സെല്ലർ, ഇവരൊക്കെ നടത്തുന്ന ആക്ടിവിറ്റീസിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോണിറ്ററി ആക്ടിവിറ്റീസിനാണ് നമ്മൾ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞത്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷനാണ് നമുക്ക് ആൽഫ്രഡ് മാർഷൽ എക്കണോമിക്സിനെ പറ്റി തന്നിരിക്കുന്നത്. താങ്ക് യു.